നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ യുവൻറ്റസിനോട് പരാജയപ്പെട്ടു. പരാജയത്തിന് ശേഷം ഇൽക്കെ ഗുണ്ടോഗൻ പറഞ്ഞു, ഞങ്ങൾ കാര്യങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്, സിമ്പിളായിട്ടല്ല കളിക്കുന്നത്, വെറുതെ ബോൾ വെച്ച് താമസിപ്പിച്ച് പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയാണ് പണി വാങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ, ഒരിക്കലും അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഗുണ്ടോഗൻ പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെ തിരുത്തുകയാണ് പെപ് ഗാർഡിയോള. എന്തായാലും കളിക്ക് ശേഷം രണ്ടുപേരും പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഗുണ്ടോഗൻ പറയുന്നു, തീർച്ചയായിട്ടും ഇത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഞങ്ങൾ ചാൻസുകൾ ഉണ്ടാക്കിയിരുന്നു, കുറച്ച് ഗോളുകളൊക്കെ അടിക്കാൻ, ബട്ട് മറുഭാഗത്തു നിന്നുള്ള ഓരോ അറ്റാക്കുകളും സോ ഡേഞ്ചറസ് ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ കെയർലെസ് ആവുകയാണ് വിത്ത് ഡ്യുവൽസ്. സിമ്പിളായിട്ട് കളിക്കേണ്ടതിന് പകരം ഓവർ കോംപ്ലിക്കേറ്റ് ആക്കുന്നു കാര്യങ്ങളെ. ആ ഒരു റൈറ്റ് ടൈമിങ്, ബോൾ റിലീസ് ചെയ്യേണ്ട റൈറ്റ് ടൈമിങ് ഞങ്ങൾക്ക് മിസ്സാവുന്നു. ബോൾ നഷ്ടപ്പെടുത്തുന്നു, അവർ കൗണ്ടർ അറ്റാക്ക് ഉണ്ടാക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ പൊസിഷൻ ഗെയിം കളിക്കാൻ വേണ്ടി ബിൽഡ് ചെയ്യപ്പെട്ടുള്ളൊരു ടീമാണ്. ബോൾ കീപ്പ് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ബോൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുക. പക്ഷേ അറ്റ് ദി മൊമെൻറ്റ് അതൊന്നും വർക്കിംഗ് ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് ഇൽക്കെ ഗുണ്ടോഗൻ പറയുമ്പോൾ പെപ് ഗാർഡിയോളയോട് ഗുണ്ടോഗൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് സൂചിപ്പിച്ച ഘട്ടത്തിൽ പെപ് ഗാർഡിയോള പറഞ്ഞ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ്. ഗുണ്ടോഗൻ്റെ കമൻറ്റ് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണ് അവൻ പറഞ്ഞത്? സോറി, നോ, ഞങ്ങൾ ഇന്നത്തെ ദിവസം നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. മറ്റു ദിവസങ്ങൾ ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കും, പക്ഷേ ഇന്ന് കൃത്യമായിട്ട് ബോൾ കീപ്പ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ കളിച്ചത്. വി ഹാവ് ഡൺ ഇറ്റ് റിയലി വെൽ. ആവശ്യമില്ലാതെ ഞങ്ങൾ ബോൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. മുമ്പൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രൂപത്തിൽ പൊസിഷൻ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ ടീമുകൾ വളരെ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകളാണ്. അവരതിൽ വളരെ കോമ്പാക്റ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരിത്തരം സിറ്റുവേഷനുകളിലെ മാസ്റ്റേഴ്സാണ്. എന്നിട്ട് പോലും നമ്മൾ നന്നായിട്ട് അങ്ങനെയുള്ള ടീമുകൾക്കെതിരെ കളിച്ചു. റിസൾട്ട് മോശമായിരുന്നു, ശരിയാണ്. വി മിസ് ദി റിസൾട്ട് ബട്ട് ദി പെർഫോമൻസ് ഈസ് ദെയർ എന്നാണ് കോച്ച് പറയുന്നത്. എന്തായാലും രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഗുണ്ടോഗൻ പറഞ്ഞത് തിരുത്തുകയാണ് പെപ്പ് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.